താനെന്താ വണ്ടി തന്നെ ഇരുന്ന് കളഞ്ഞു? ആ നായിന്റെ പണി കൊണ്ട് വിളിക്കും. ആരെ? ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സായിപ്പ് ഉണ്ടല്ലോ, അവനെ തന്നെ. അത് ദിവാര മാഷോ? അവനല്ലാതെ പിന്നെ ആരാ ഇവിടെ പുതുതായിട്ട് വന്നത്? മാഷേ, ദിവാര മാഷേ, ഒന്ന് വന്നേ, വിളിക്കുന്നു. ഇറങ്ങി വാ. പേര് വെച്ച് എഴുതാൻ പേടിച്ചിട്ടാണോ? സ്കൂളിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് കത്തയച്ചിട്ട് എന്തായി? കത്തോ? അതെ, ആ കത്ത് തന്നെ. ജീവനോട് നാട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് ആശയില്ലേ? വാക്കുകൾ കുറച്ചുകൂടെ നിയന്ത്രിച്ചാൽ കൊള്ളായിരുന്നു. ഏത് കത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? വിദ്യാഭ്യാസ ഡയറക്ടർക്ക് താനയച്ച കത്തിനെ പറ്റി. ഹെഡ് മാസ്റ്ററെ പറ്റിയും സ്കൂളിനെ പറ്റി ആക്ഷേപം പറയാൻ തനിക്കെന്താ അവകാശം? അവകാശത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇങ്ങനൊരു കത്ത് ഞാൻ എഴുതിയിട്ടില്ല. എഴുതുമ്പോ ഞാൻ എന്റെ പേര് വെച്ച് എഴുതും. ഈ കയ്യക്ഷരം ആരുടെയാ? നമ്മക്ക് മുടി കിട്ടി. ഇത് നമ്മളെ നാണുവാസ അയ്യച്ചരാ. എന്താ മാഷേ? അവനെ വിളിക്ക. നാണുമാഷേ, നാണുമാഷേ, ഇങ്ങോട്ട് വരാൻ. താൻ ഈ സ്കൂളിനെ കുറിച്ച് അനാവശ്യം എഴുതി ഡയറക്ടർക്ക് അയച്ചോ? ഇല്ലേ? ഇല്ലേ? ഇതോ? അത് സ്കൂളിനെ പറ്റിയല്ല, ഈ ഹെഡ്മാഷെ പറ്റിയാ. ഇയാളെ സഹിക്കാൻ വയ്യ. ആക്ഷേപം വല്ലതും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഞാനില്ലേടോ ഇവിടെ. സാറേ, ഹെഡ്മാഷെ പറ്റിയാണെ പോട്ടെ, ഇത് സ്കൂളിനെ പറ്റിയാണ് അനാവശ്യം എഴുതിയിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അയച്ച കത്ത് എന്റെ കയ്യിൽ വരുമെന്ന് ഇയാൾ പ്രതീക്ഷിച്ചില്ല. അയ്യോ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുമ്പ് കല്യാണം നടത്തി കൊടുക്കുന്നതാ നല്ലത്. വിജയൻ നല്ലവനാ, മര്യാദയുള്ള ചെക്കനാ. പിന്നെ സ്കൂൾ മാഷായി പോയി എന്നൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എതിർപ്പൊന്നും പറയാതിരുന്നത്. നിനക്കറിയോ, ഒരധ്യാപകൻ എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം വേറെയില്ല. ശിഷ്യസമ്പത്ത ഏറ്റവും വലിയ സ്വത്ത്. നിശ്ചയിക്കുന്നതിന് മുമ്പ് ദിവാരനെ അറിയിക്കണ്ടേ? വേണ്ട. നിങ്ങൾ എന്തായി പറയണത്? പെണ്ണിന് 5 6 ആങ്ങാമാരില്ല. അവൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അവള് പടിയിറങ്ങി പോകുമ്പോ അവൻ വേണ്ടേ? അവരെ എവിടെ ചെന്ന് അന്വേഷിക്കും? പത്രത്ത് പരസ്യം ചെയ്യണ്ടേ? അതൊന്നും വേണ്ട, കത്തയച്ചാ മതി. അതിന് ഇതുവരെ അവന് മേൽവിലാസമൊന്നുമില്ലല്ലോ. അച്ഛൻ അറിയണ്ടെന്നും പറഞ്ഞ് ദേവിയുടെ പേർക്ക് അവനൊരു കത്തയച്ചിട്ടുണ്ട്. അതിലുണ്ട് മേൽവിലാസം. ഓഹോ, എന്താ ജോലി? ഏതോ ഒരു കമ്പനിയിലാണത്രേ. പണം സമ്പാദിച്ച് വലിയ ആളായിട്ട് അച്ഛന്റെ മുമ്പിൽ വരുമെന്നാ എഴുതിയിരിക്കുന്നത്. കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. ടീച്ചറെ, ഒരു കഷ്ണം ചോക്ക് ചെന്നേ. മതിയാ? മതിയേ. ഏത് എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. പറയുന്നത് കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം. തൽക്കാലം എന്നെ രക്ഷിക്കണം. പുറകിന്ന് വരെ മനുഷ്യരോട് ദിവാകരൻ എന്നൊരാൾ ഇവിടെ ഇല്ലെന്ന് പറയണം. പറഞ്ഞേ പറ്റൂ. അയാൾ എന്റെ അച്ഛനാണെന്ന് വരെ പറയാൻ മടിക്കില്ല, എന്നെ പിടികൂടാൻ വേണ്ടി. എന്തിനെ പിടികൂടുന്നത്? സ്കൂളിൽ ചേരാൻ ഞാൻ കുറച്ച് രൂപ കടം വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തില്ല. അയാൾ എന്നെ നാറ്റിക്കും. ഞാൻ അടുത്ത മാസം കാശ് തിരിച്ചു കൊടുക്കും. പക്ഷെ ഇവിടെ വെച്ചാണ്ടല്ലേ എന്റെ മാനം പോവും. ആരാ? ദിവാകരൻ. ഏത് ദിവാകരൻ? ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. ഇവിടെ പഠിക്കുന്ന കുട്ടിയാണോ? അല്ല. പിന്നെ? എന്നെ കണ്ടതുകൊണ്ട് അവൻ ഇതുവഴി പോയെന്നാ തോന്നുന്നത്. ഏത് വഴി? ആര് പോയി? ഇവിടെ പഠിപ്പിക്കുകയാണെന്നറിഞ്ഞു. ദിവാകരൻ. ഇനി പേരും മാറ്റിയോ എന്നറിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കുട്ടി, കണ്ണിന് കാഴ്ച അല്പം കുറവാ.
എത്ര ദൂരത്തു നിന്ന് കണ്ടാലും എന്റെ മകനെ അവന്റെ നിഴൽ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ സ്കൂളിലായിരിക്കില്ല. ഏത് സ്കൂളിലായാലും അവനെ കണ്ടിട്ടേ ഞാൻ പോകൂ എന്ന് അവനോട് പറഞ്ഞേക്കും. ആരോട്? നിങ്ങൾ പറയുന്ന ആളെ എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ അത് correct. അവിടെ ഇരി. പോയോ? പോയി. എല്ലാരും ഒന്ന് നോക്ക്. എന്ത് പറഞ്ഞു? കണ്ടിട്ടേ പോവെന്ന് പറഞ്ഞു. കുഴപ്പമായല്ലോ ഈശ്വര. ഇനി എന്തൊക്കെ ആപത്താണോ ഉണ്ടാകാൻ പോകുന്നത്? ആപത്തോ? കൊടുക്കാനുള്ള കാശങ്ങ് കൊടുത്താ പോരെ. അച്ഛനാണെന്ന് പറഞ്ഞു. എനിക്ക് ഒരു ചായ തോന്നുകയും ചെയ്തു. അച്ഛൻ തന്നെയാണോ? അച്ഛനോ? ഇയാളോ? എന്റെ അച്ഛൻ ഇത്ര പ്രായമൊന്നുമില്ല. കണ്ടാൽ എന്നെക്കാളും ചെറുപ്പമാണ്. ഏതായാലും നേരിട്ട് കണ്ട ഒരു അവധി പറഞ്ഞേക്കാം. പാവം ഇതുവരെ വന്നതല്ലേ. അച്ഛാ ഞാൻ ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്നെ മാത്രം എനിക്ക് നേരെ കിടക്കാൻ കഴിഞ്ഞില്ല. എന്നാണ്ട് നീ ഒരു അധ്യാപകനായത്? എന്നോട് ക്ഷമിക്കണം. മാതാപിതാക്കളെക്കാൾ വലുതാണ്ട ഒരു അധ്യാപകന്റെ സ്ഥാനം. അറിയാമോ നിനക്ക്? അച്ഛൻ വേണ്ട, എനിക്ക് മതിയായി. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കും. മാറി നിൽക്കും. എന്നെ തടയരുത്. എനിക്ക് നിന്നെ കാണണ്ട. ഇരിക്കൂ. എന്തു വേണം? താങ്കളുടെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട കുണ്ടാങ്കടവ് LP സ്കൂളിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ഒരാൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റോ? അതെ. കഷ്ടിച്ച് 10ാം ക്ലാസ് കടന്നുകൂടിയ അയാൾ ട്രെയിനിങ് സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ല. വിഡ്ഢിത്തം പറയാതിരിക്കൂ. എന്റെ അധികാരപരിധിയിലുള്ള എല്ലാ സ്കൂളുകളിലും പുതുതായി നിയമിച്ച അധ്യാപക സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരിട്ട് പരിശോധിച്ചാണ്. പെട്ടെന്നുള്ള ഒരു പരിശോധനയിൽ സത്യം വെളിവാകണമെന്നില്ല. ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4ആയി. ഓ, അത് വലിയൊരു കാലയളവല്ല. എന്റെ കാര്യപ്രാപ്തിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് ആധികാരികമായി അഭിപ്രായം പറയുന്നതാണോ താങ്കളുടെ കാര്യപ്രാപ്തി? സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എത്രയോ വിദ്യാർത്ഥികൾ ഇതിനേക്കാൾ വലിയ കസേരകളിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അന്വേഷിച്ച് നോക്കിയാൽ സത്യം കണ്ടെത്താം. എനിക്ക് നന്നായി അറിയാം അയാൾ കുറ്റവാളിയാണ്. അനധികൃതമായി സർക്കാർ ശമ്പളം പറ്റുന്ന സാമൂഹ്യദ്രോഹിയാണ്. ഇത്ര കണിശമായി പറയാൻ നിങ്ങളുടെ പക്കൽ തെളിവുകളുണ്ടോ? തെളിവ്? മിസ്റ്റർ, ഹി ഈസ് മൈ സൺ. അവന്റെ നിർഭാഗ്യവാനായ അച്ഛനാണ് ഞാൻ. എന്തോന്നോടാ ഇതൊക്കെ? തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുമ്പോ താനും തന്റെ അച്ഛനും കൂടെ ഞങ്ങളെ കോടതി കയറ്റാൻ നോക്കുക. പാർട്ടി ഇത്തവണ എന്നെ കാൻഡിഡേറ്റ് ആക്കാമെന്ന് വാക്ക് തന്നതാ. തന്റെ അച്ഛൻ പ്രശ്നം ആകെ വഷളാക്കിയിരിക്കുകയാണ്. പക്ഷെ ഏയോ നമ്മുടെ ആളായിരുന്നതുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്റെ മാത്രം പ്രശ്നമല്ല. താനൊക്കെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചോട്ടെ നേരിടി ഞങ്ങൾ തന്നെ സഹായിച്ചു പോയതാ. അവസാനം ഞാൻ എന്റെ പാർട്ടിയും കുറിച്ചു വെക്കേണ്ടി വന്ന ഇതുപോലൊരു കേസ് പുറത്തായാൽ തന്നെ പോലുള്ള 10,000-കണക്കിന് മാഷുമാരെ ഇവിടെ മത്തി കച്ചവടം ചെയ്യേണ്ടി വരും. താൻ ചേർന്നതിന് ശേഷം ഒരിക്കൽ ഇൻസ്പെക്ഷൻ വന്നില്ലേ? ആ ഏയോ ആരാണെന്ന് ഓർക്കുന്നില്ലേ? ഉവ്വ്, അദ്ദേഹം എന്റെ സർട്ടിഫിക്കറ്റ്സ് പരിശോധിച്ചിരുന്നു. അതൊക്കെ ചുമ്മാ വരട്ടിയതല്ലേ? ആരും അറിയാതെയാണ് താൻ അധ്യാപകനായത് എന്നാണോ ധാരണ? അല്ല, തന്റെ അച്ഛനാര്? ഗാന്ധിജി അതോ ഹരിചന്ദ്രൻ? ഇതുപോലുള്ള വിഡ്ഢികള് ഇക്കാലത്തും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ കഷ്ടം തോന്നുന്നു. സ്വന്തം മകനെ ഒറ്റ കൊടുക്കാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനിയെങ്കിലും അയാൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എന്തു വേണമെന്ന് എന്റെ പാർട്ടി തീരുമാനിക്കും. അത് ചിലപ്പോൾ വളരെ കടുത്ത ഒരു തീരുമാനമായെന്നും വരാം. ഞങ്ങളുടെ മുഖം ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. ദിവാകര, പ്രശ്നം വളരെ വലുതാണ്. എത്രയും വേഗം നീ നിന്റെ അച്ഛനെ നേരിട്ട് എന്ന് കാണണം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇക്കാര്യം പുറത്താവാൻ പാടില്ല. അധ്യാപകന്റെ മേൽവിലാസത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, ഒരു ടീച്ചറായതുകൊണ്ട് മാത്രം ഭർത്താക്കന്മാരെ കിട്ടിയ എത്രയോ പെൺകുട്ടികൾ, അങ്ങനെ 10,000-കണക്കിന് ആളുകളുടെ ജീവൻ മരണ പ്രശ്നമാണിത്. സ്വന്തം മകനെ പോലീസിൽ പിടിപ്പിക്കാൻ നോക്കുന്ന അച്ഛൻ ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. മാധവി, അച്ഛൻ മകൻ തുടങ്ങിയ ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. തെറ്റായ ഒരു കീഴ്വഴക്കത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ശരി, സമ്മതിച്ചു. പക്ഷെ സാറേ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ. മാർക്ക് തിരുത്തി എഴുതി ഡോക്ടർമാരായവർ ഇവിടെ മനുഷ്യന്റെ ഹൃദയം കയറി മുറിക്കുന്നു. പെരുമഴയത്ത് പോലും സ്കൂൾ വരാന്ത കയറിയിട്ടില്ലാത്തവർ മന്ത്രി കസേര കയറിയിരുന്നു നാട് മുഴുവൻ ഭരിക്കുന്നു.
ദിവാകരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ ഇപ്പോ കാര്യശേഷിയുള്ള ഒരു അധ്യാപകനാണ്. ലക്ഷാധിപതി ആവാൻ വേണ്ടി ഒന്നുമല്ല, ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി ചെയ്തു പോയ ചെറിയൊരു തെറ്റ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. തെറ്റും ശരിയൊക്കെ പരിശോധിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ കടമ മാത്രമാണ്. കടമ സർക്കാരിനോടും ജനങ്ങളോടും കടമ ചെയ്യാൻ നടക്കുന്ന അച്ഛൻ സ്വന്തം മക്കളോടുള്ള കടമ തീർത്തോ? 10-40 കൊല്ലം വിദ്യാർത്ഥി സമൂഹത്തിന് സന്മാർഗം ഉപദേശിച്ചു കൊടുത്ത അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ ഈ നിലയിലാക്കി അച്ഛന് പങ്കില്ലേ? AU ഇക്കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദിവാകരന്റെ കൂടെ നിൽക്കാൻ സാറ് പറയുന്ന സർക്കാരിന്റെ തന്നെ എത്രയോ ആളുകളുണ്ട്. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഞാൻ പിടിക്കപ്പെടുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എന്നെ കാട്ടിക്കൊടുക്കാൻ അച്ഛൻ ധാർമ്മികമായ യാതൊരുവിധ അവകാശമില്ലെന്ന് ഓർത്തുള്ളൂ. ദിവാകര, എന്റെ മകനാണ് നീയെന്ന് 4 ആളുടെ മുഖത്ത് നോക്കി അഭിമാനത്തോടുകൂടി പറയാൻ എനിക്കിന്നു വരെ കഴിഞ്ഞിട്ടില്ല. എന്നും നീ എന്നെ വേദനിപ്പിച്ചിട്ടേയുള്ളൂ. നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കും. ഈ അവസാന കാലത്തെങ്കിലും നിന്നെ ഓർത്ത് ഞാൻ സമാധാനത്തോടുകൂടെ കഴിഞ്ഞോട്ടെ.